എല്ലാവർക്കും നമസ്കാരം. ഗോവയുടെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവയിൽ നമ്മൾ 2 ദിവസത്തെ പരിപാടിയാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നോർത്ത് ഗോവയും സൗത്ത് ഗോവയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 2 ദിവസത്തെ ഞങ്ങളുടെ യാത്ര വെറും 15 മിനിറ്റിലാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2:30 എന്ന് പറയുന്ന ഉച്ച സമയത്താണ് നമ്മൾ ട്രെയിൻ കയറിയിട്ടുള്ളത്. അപ്പോൾ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. നമ്മുടെ കൂടെ വന്നിട്ടുള്ളൊരു പുതിയ ഫാമിലിയാണ്. വളരെ കുറച്ച് ആളുകളെ നമ്മളുടെ ഈ ഒരു യാത്രയിൽ പുതിയതായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇത് ശരിക്കും ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് കുറച്ച് ബോറിങ് തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ ഉച്ചയ്ക്ക് കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെ, അതായത് നാളെ രാവിലെ 4 മണിക്കാണ് നമ്മൾ ഗോവയിലെത്താം. അതുകൊണ്ട് അത്ര വലിയൊരു ബോറിങ് പറയാൻ പറ്റില്ല. എന്തായാലും ബൈ റോഡ് പോകുന്നതിനെക്കാട്ടിലും ഏറ്റവും ഈസി ആണല്ലോ ട്രെയിൻ. പിന്നെ ഒരൊറ്റ കാര്യമുള്ളൂ, വളരെ നേരത്തെ ട്രെയിൻ ബുക്ക് ചെയ്യണം എന്നുള്ളത് മാത്രം. ഇത് ഞങ്ങളൊരു 1 മാസം 1.5 മാസമൊക്കെ മുമ്പ് ബുക്ക് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ പുലർച്ചെ 4 മണി എന്ന് പറയുന്നത് 4:30 ആയിട്ടോ നമ്മളിവിടെ എത്തിയപ്പം. എന്നാലും കുഴപ്പമില്ല, നമ്മളുടെ പിക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ വണ്ടി ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ നേരെ ആദ്യം പോകുന്നത് ഫ്രഷപ്പിനാണ്. കാരണം നമുക്ക് എന്തായാലും ഫ്രഷപ്പ് ആവണം. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇപ്പം നമ്മൾ കഴിക്കാനായിട്ടാണ് പോകുന്നത്. നമ്മൾ ഈ പാക്കേജിനകത്ത് 3 ടൈംസും ഫുഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ കേരള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളികൾ വരുന്ന ഒരു സ്ഥലമാണ് ഗോവ. അതേപോലെ തന്നെ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റുകളും കേരള റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. അപ്പം നമ്മൾ ഈ ഗോവൻ ടൈപ്പ് ഫുഡ് പരീക്ഷിച്ച് നമ്മൾ ആകെ 2 ദിവസത്തെ ട്രിപ്പ് കുളമാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കേരള ഫുഡ് തന്നെ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും നമ്മളുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ആപ്റ്റാവുന്നത് നമ്മുടെ സ്വന്തം ഭക്ഷണം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൂരിയും ഉപ്മാവും പുട്ടും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആകെ 2 ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഹറിബറിയായിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, വളരെ ഭംഗിയായിട്ട് നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ തന്നെ നമ്മളുടെ ഫസ്റ്റ് ഡേ ഉള്ള ഫാസ്റ്റ് സൈറ്റ് സീയിങ്ങിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ അഗോഡ ഫോർട്ടിലേക്കാണ്. ഏറ്റവും ആദ്യം നമ്മൾ അഗോഡ ഫോർട്ടിലേക്കാണ്. ഇപ്പോൾ സമയം ഇവിടെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് തന്നെ 9:30 ഈ ഒരു സമയത്തേക്കിനെ നമ്മളിവിടെ എത്തി. പക്ഷേ വെയിൽ, എല്ലാവരും തൊപ്പിയെടുക്കാത്തവർ നേരെ തൊപ്പി വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട്. കാരണം തൊപ്പിയില്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് പറ്റില്ല, അത്രയും ചൂടുണ്ട്. എന്തായാലും നമ്മൾ മൊത്തം 22 ആളുകളാണ്, കുട്ടികളടക്കം കേട്ടോ. അപ്പോൾ ഇതൊരു ഒത്തിരി വലിയൊരു ഗ്രൂപ്പാണ്. എന്നാലും നമ്മുടെ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഗൈഡുണ്ട്. സോ നമ്മളിനി അഗോഡ ഫോർട്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. വെക്കുന്ന സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല. സാധാരണ ഇവിടെ നിൽക്കാനും നടക്കാനും അത്രയധികം തിരക്ക് ഇവിടെ ഫീൽ ചെയ്യാറുണ്ട്. അത് ഇത്ര രാവിലെ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും കോട്ടകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചരിത്ര സ്മാരകമാണ്. ഇത് ഇവിടുത്തെ ജലസംഭരണിയാണ് എന്നാണ് പറയുന്നത്. അത്രയും വാട്ടർ സംഭരിക്കാനുള്ള ശേഷി അതിനുണ്ട് എന്നാണ് പറയണേ. അപ്പം അവിടെയൊക്കെ നമ്മളിങ്ങനെ നടന്ന് കാണുവാണ്. കുറേ നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നേരെ ഈ കോട്ടയുടെ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ, അതായത് കുറച്ച് നടന്ന് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടലിൻ്റെ വ്യൂ ആണ് നമുക്ക് ഈ കോട്ടയിൽ നിന്ന് കാണാൻ പറ്റുക. അത് അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു വൈകുന്നേരം വന്നിങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇത് കോട്ടയായതുകൊണ്ട് നമുക്ക് അത്ര സമയമില്ലല്ലോ. 5 മണിക്ക് കോട്ട അടയ്ക്കുമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും നേരെ നമ്മൾ അടുത്ത മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. സിംഗേരിയം ബീച്ച് എന്നാണ്. ഇപ്പോൾ ഗോവ ഇതുവരെ പോയിട്ടില്ലാത്തവരും കൂടെ ഈ വീഡിയോ കാണുമ്പം എന്തൊക്കെ മെയിനായിട്ട് നിങ്ങൾക്ക് കാണണം എന്നുള്ളതും കൂടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഒരു 2 ദിവസത്തെ പരിപാടിയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സിംഗേരിയം ബീച്ചിലേക്കാണ് പോകുന്നത്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ്. നമുക്ക് ഈ ബീച്ചിലേക്ക് ഇറങ്ങാം. ഇപ്പോൾ താഴേക്കൊരു വഴി, നിങ്ങളൊരു സ്റ്റെപ്പ് കാണുന്നില്ലേ, ആ വഴിയാണ് നമ്മൾ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് പോവുക, അതായത് ബീച്ചിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഇത് ഞാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ഉച്ച സമയമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടിൻ്റെ ആ ഒരു കാഠിന്യം കൊണ്ട് അത്ര എല്ലാവർക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട്. ഫോട്ടോഷൂട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുമാണ്. എവിടെ വെച്ചാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം
ടൈമാണ്. പിന്നെ ഗോവ വരുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെ ചൂട് വെയിൽ എന്നൊക്കെ പേടിച്ച് നമ്മൾ പൊതുവേ നമുക്ക് കുറച്ച് നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിലും മഴ സമയത്ത് വരുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഈ ഒരു വെയിലിൻ്റെ സമയത്ത് വരുന്നത്. കാരണം അതിപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിലും നമുക്ക് നടക്കാനാണെങ്കിലും കുറച്ചും കൂടി ഈസിയാണ്, കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ മുതലൊക്കെ തന്നെയാണ് ശരിക്കും സീസൺ തുടങ്ങുന്നത്. ഇതിപ്പം പണ്ടൊക്കെ നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ കുഞ്ഞു ചെറിയ ട്രിപ്പുകൾ അങ്ങനെ കോളേജിൽ നിന്നാണെങ്കിലും അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുക. പക്ഷേ ഏറ്റവും കൂടുതൽ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ ഇപ്പോൾ ട്രിപ്പ് കൊണ്ടുവരുന്നത് ഗോവയ്ക്കാണ്. അത്രയും ഗോവ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം ഇത് നമ്മളിങ്ങനെ മുന്നിലേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ ഒരു റൗണ്ട് പോലെയാണ് കേട്ടോ ഇത് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി അങ്ങനത്തെ കാര്യങ്ങളും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ കടലിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അവിടെ നിന്ന് നമ്മളിനി അടുത്തൊരു സ്പോട്ടിലേക്ക് പോകാൻ പോവാണ്, ചെപ്പാറ ഫോർട്ട് എന്ന് പറയുന്ന ഫോർട്ടിലേക്ക്. അടുത്തത് വീണ്ടും ഒരു ഫോർട്ടാണ് കേട്ടോ. ഒരുപാട് കോട്ടകൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ഗോവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മുകളിലേക്ക് കയറാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ വാവളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുകളിലോട്ട്. അപ്പം കുറച്ച് പേര് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് താഴെ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കയറി നോക്കാം. അങ്ങനെ നമ്മൾ ചെപ്പാറ ഫോർട്ടിലേക്കുള്ള പ്രയാണത്തിലാണ്. ഇത് ദിൽ ചാഹതാ ഹൈ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. കയറാൻ കുറച്ച് പാടുണ്ട്, നല്ല വെയിൽ, നല്ല ഉച്ച സമയം, നട്ടുച്ച 1 മണിയാണ് കേട്ടോ. ഇത് കണ്ട നമ്മുടെ ശ്രീനിധർമ്മ വരുന്ന വരവ് കണ്ട തളരില്ല വയർത്ത് കുളിച്ചിട്ടൊക്കെയാണ് വരുന്നത്. എന്തായാലും കുറേ പേര് കയറി ആ ഒരു പോയിന്റിലേക്ക് നമ്മളിപ്പോൾ എത്തി. ഈ പറമ്പ് പോലെ കിടക്കുന്ന സ്ഥലം കാണാനാണോ വരണേ എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ. പക്ഷെ കുറച്ച് ഭാഗം അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരറ്റം ഒരു 4 ഭാഗവും എന്ന് പറയുന്നത് വ്യൂ ആണ്. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കെയർ ചെയ്യണം കേട്ടോ. അതായത് നമ്മളിപ്പം ഫോട്ടോ എടുക്കാൻ എവിടെ കയറുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് കെയർ ചെയ്യുക. കാരണം താഴേക്ക് നല്ല അഗാധമായ ഗർത്തമാണല്ലോ, പിന്നെ ആ കാണുന്നത് കടലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഇത് ദിൽ ചാഹതാ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ്, അതാണ് ഈ പോയിന്റ് മെയിനായിട്ട് അറിയപ്പെടുന്നത്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഷൂട്ട് ചെയ്തത് അതൊരു പാട്ട് സീനിലാണ് ആകെ ഉള്ളൂ. എന്നാലും ഈ പോയിന്റിനെയും ഒക്കെ ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അതാണ് നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അത് ഹിറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും പിന്നെ ആ സ്ഥലം അറിയപ്പെടുക അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ വലിഞ്ഞ് കയറിയിട്ടും അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് നിന്ന് കുറേ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോസൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നല്ല വെയിലും ചൂടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോ കാണുമ്പോൾ അതൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ ചൂട് സമയത്ത് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഹെറ്റിക്കാണ്. പക്ഷെ എന്നാലും നമുക്കങ്ങനെ വെറുതെ സമയം കളയാൻ പറ്റില്ലല്ലോ. അതാണ് ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ദൈവമേ, ശരിക്കും നമ്മളൊരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറിയതുപോലെ അത്രയും കൂളായിട്ടുള്ള, പിന്നെ ആ ഭാഗത്ത് നിന്ന് വരുന്ന കാറ്റും നല്ല തണുത്ത കാറ്റ്, എന്തൊരു ഫീലായിരുന്നു എന്നറിയോ. ഞങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ പരീക്ഷണം നടത്തിയിട്ടോ, നല്ലതാണോ, തണുപ്പുണ്ടോ, ഫീലുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ച് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ബീച്ച് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ തൊപ്പി, കൊട, സൺസ്ക്രീൻ ഇത് നിർബന്ധമാണ്. ഇതല്ലെങ്കിൽ നമ്മൾ ശരിക്കും കരിഞ്ഞൊരു പരുവമാകും. അപ്പോൾ നമ്മളതൊക്കെ മുമ്പേ പ്ലാൻ ചെയ്തതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഇറങ്ങി ഇപ്പോൾ താഴെ എത്തി വിശ്രമിക്കുകയാണ്. എല്ലാവരും നല്ല ടയേർഡായി കേട്ടോ, അത്യാവശ്യം നടക്കാനും ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് പിന്നെന്താ പറയുക ദൂരം ട്രാവൽ ചെയ്തിട്ട് നമ്മളൊരു ബീച്ചിൻ്റെ സൈഡിലാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത്. അതായത് കലങ്കാട്ട് ബീച്ച് അറിയാമല്ലോ, വളരെ ഫേമസ് ആണ് ഗോവയിലെ മറ്റൊരു മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ റൂമാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂം, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കുറച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ വീണ്ടും ഒരു 5:30 സമയമാണ് ഇത്, നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി, വളരെ അടുത്താണ്, അതായത് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ബീച്ചിലേക്കുള്ളൂ. അപ്പം അങ്ങനെ എടുക്കുന്നത് കൊണ്ടൊരു ഗുണമുണ്ടല്ലോ. അതായത് നമുക്കിപ്പം വീണ്ടും ഒരു വണ്ടി വിളിച്ചിങ്ങോട്ട് വരിക, തിരിച്ച് നമ്മൾ സൺസെറ്റ് കണ്ടിട്ട് അങ്ങോട്ട് പോവുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഒരു സമയം കൊടുത്തിട്ടുണ്ട്, 7:30 ആകുമ്പോഴത്തേക്ക് തിരിച്ച് വരാനായിട്ട് എല്ലാവരോടും റൂമിലേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്
ആയപ്പോഴത്തേക്ക് എല്ലാവരും പിരിച്ചുവിട്ടു. എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവാം ആ ഒരു സമയം പറഞ്ഞതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ആ സമയം കീപ്പ് ചെയ്തിട്ട് അവരവർക്ക് അവരവരുടേതായ രീതിയിലുള്ള എൻജോയ്മെൻറ്റുകൾ നടത്താമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് സമയം. അപ്പോൾ സൺസെറ്റിൻ്റെ ടൈമാണ്. വളരെ പ്രത്യേകിച്ച് വെയിലൊക്കെ പോയത് കൊണ്ട് ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ നടന്ന് കുറേ നേരം ബീച്ചിലിരുന്ന് സൺസെറ്റൊക്കെ കണ്ട് വളരെ നല്ലൊരു വൈബ്. പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ കൂളായിട്ടുള്ള നല്ലൊരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഒരു രാത്രി ഒരു 7 മണിക്കാകുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു പബ്ബിൻ്റെ പോലെ ഒരു ഓപ്പണായി പാട്ടൊക്കെ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തോളാനായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലേക്കാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പം ഇത് 2ാമത്തെ ദിവസമാണ്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് സൗത്ത് ഗോവയാണ്. ഞങ്ങൾ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളുടെ കുട്ടികളൊക്കെ നല്ല ചടക്കുട്ടികളാണ്. എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങളിപ്പം ഒരു ആൻഷ്യൻ ഗോവ എന്ന് പറയുന്ന ഗോവയുടെ വളരെ അതായത് ട്രഡീഷണൽ ഒരു എന്താ പറയുക ഒരു കൊളോണിയൽ സ്റ്റൈലായിട്ടുള്ള ബിൽഡിങ്ങുകളും ആ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംരക്ഷിച്ച പോലെ അങ്ങനത്തെ ബിൽഡിംഗ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ മെയിനായിട്ട് കാണാൻ എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു കളറും ഇവിടുത്തെ ഫോട്ടോഷൂട്ടും അതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ആ പരിപാടികളിലേക്കൊക്കെ പോവുകയാണ്. ഞാൻ ഫോട്ടോഷൂട്ടിൻ്റെ പറഞ്ഞ പോലെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ നടന്നു, അവിടെ ഫോട്ടോസൊക്കെ എടുത്തു, ഗ്രൂപ്പ് ഫോട്ടോസുകൾ എടുത്തു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ ഈ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ നമുക്ക് നോർത്തിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ് സൗത്ത് ഗോവ. ആ ഒരു ആർക്കിടെക്ചറും അവിടുത്തെ ബിൽഡിങ്ങും ഒക്കെ വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇപ്പം ഈ ക്രൂയിസൊക്കെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ സൗത്ത് ഗോവയിൽ ഈ ഒരു പോയിന്റിലാണ് വരിക. അപ്പോൾ നമുക്ക് ഇന്ന് നൈറ്റ് നമുക്ക് രാത്രിയാണ് നമ്മുടെ റിട്ടേൺ ട്രെയിനുള്ളത്. അതുകൊണ്ട് നമുക്ക് ക്രൂയിസിനുള്ള ടൈമില്ല. അതുകൊണ്ട് നമ്മൾ അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. മെയിനായിട്ടൊരു 3 ദിവസത്തെ ട്രിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെന്തായാലും എൻജോയ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഇപ്പം എത്തിയിരിക്കുന്നത് പഞ്ചിം മാർക്കറ്റിലാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു സമയം ഈ തെങ്ങിൻ്റെ ചുവടാണ് എല്ലാവർക്കും ഒരു സിഗ്നൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും 12:30 ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വരണം ഷോപ്പിംഗ് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈം ആയപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും എത്തി. കുറച്ച് പേര് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും അവിടെ ഒത്തുകൂടി നമ്മൾ അവിടുന്ന് നേരെ പിന്നെ നമ്മൾ ഒരു ഗോവൻ താലിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നല്ല രസമുള്ളൊരു ഹോട്ടൽ കേട്ടോ. അപ്പോൾ അതെ ഇതൊക്കെയാണ് നമ്മളുടെ വിഭവങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ വെജുകാരുമുണ്ട്, നോൺ കഴിക്കുന്നവരുമുണ്ട്. അപ്പം നമ്മളൊരു ഫിഷ് താലിയാണ് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഗോവൻ അതായത് ഓൾഡ് ഗോവ ചർച്ച്. ഇത് വളരെ ഫേമസ് ആയിട്ട് ഗോവയിൽ വരുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ബസിലിക്കയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതായത് സെൻറ്റ് ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന വിശുദ്ധൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുള്ള ഒരു പള്ളിയും കൂടെയാണ്. ഏകദേശം 400 വർഷം പഴക്കമുള്ള ഭൗതിക ശരീരമാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. നമുക്കതിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയും വർഷത്തെ പഴക്കമുള്ള ഭൗതിക ശരീരം ഇന്നും സംരക്ഷിച്ചു പോരുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഓരോ 10 വർഷം കൂടുമ്പോൾ അത് പുറത്തെടുത്ത് ഭൗതിക ശരീരം പൊതുദർശനത്തിനായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തുനിന്ന് വരെ അത് കാണാനായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളത് വേറൊരു പുതിയ ബിൽഡിംഗ് ആണിത്, പുതിയ ചർച്ചാണിത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സെൻറ്റ് കത്തീഡ്രൽ ബസിലിക്ക. ഇതും നല്ല രസമാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് നമ്മൾ വേറൊരു എന്താ പറയുക ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോയിട്ട് അങ്ങനത്തെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണുന്ന ആ ഒരു ഫീലുണ്ട് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ കുറേ പേര് ഉള്ളിലേക്ക് പോയി, ഞാനങ്ങനെ ഉള്ളിലേക്ക് പോയില്ല. അപ്പോൾ നമ്മളെല്ലാവരും പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നിൽപ്പാണിത്. ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇനി കോൾവ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മളുടെ ഐറ്റ്നറിയിലെ ലാസ്റ്റ് പോയിൻ്റാണ്. ഇവിടുന്ന് ഒരു സൺസെറ്റ് ഈ ബീച്ചിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അത്ര ഒരു വലിയൊരു ഭംഗിയുള്ളൊരു ബീച്ചല്ല. പക്ഷെ എന്നാലും ആ ബീച്ചിൻ്റെ അടുത്ത് ഒരു പാർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളും വലിയവരും ഒക്കെ ആ പാർക്കിലൊക്കെ പോയിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഡിന്നർ കഴിക്കാനായിട്ട് തറവാട് എന്ന് പറയുന്ന കേരള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമുക്കുള്ള ഡിന്നർ. അപ്പോൾ ഡിന്നർ കഴിച്ചിട്ടപ്പോഴത്തേക്ക് സമയം ഏകദേശം നമുക്ക് 9 മണിക്കാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് കഴിച്ചു.
പെട്ടെന്നാണ് അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനൊരു മസാജ് സെൻറ്റർ നമ്മുടെ കൂടെയുള്ള മിടുക്കന്മാർ കണ്ടുപിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആ കുറച്ച് സമയത്തിനുള്ളിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ട്രെയിനിങ് കാര്യം മിസ്സാവുമെന്ന്. പക്ഷേ എല്ലാവരും ഒരു 15 മിനിറ്റിൻ്റെ ക്യാപ്പിൽ എല്ലാവർക്കും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ എന്നാലും ചെയ്തിട്ടുള്ളവരൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഗോവ വരുന്നവർ പ്രത്യേകിച്ച് ഈ കോൾവ ബീച്ചിനടുത്ത് തറവാട് റെസ്റ്റോറൻറ്റിൻ്റെ ആ ഭാഗത്താണ് ഇങ്ങനൊരു സംഭവം ഉള്ളത്. ട്രൈ ചെയ്യാൻ പറ്റുന്നവർക്ക് ട്രൈ ചെയ്യാം. തിരിച്ച് നമ്മളങ്ങനെ ട്രെയിനിൻ്റെ കറക്റ്റ് സമയത്തെത്തി. ഇത് ഇവിടുന്ന് തന്നെ പുറപ്പെടുന്ന ട്രെയിനായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ട്രെയിൻ ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും വലിയൊരു ആശ്വാസം. വേഗം തന്നെ പോയിട്ട് ട്രെയിനിൽ കയറി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗോവൻ 2 ദിവസത്തെ കാഴ്ചകൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാം. നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.